സൗദി പ്രോമെട്രിക്കിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ലേറ്റസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോവാണെന്ന്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഈ എംഗ്ലക്സാറിൻ്റെയും DH, HAD, MOH, പ്രോമെട്രിക് അങ്ങനെയുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ലൈവ് ക്രാഷ് കോഴ്സ് നമ്മൾ ഈ വരുന്ന ഡിസംബർ 12 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടൈം ഇല്ലാത്തവർക്ക് ഈ ഒരു ഫിക്സഡ് ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് ക്ലാസ്സസ് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സിലും അവൈലബിൾ ആണ്. ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എന്താ പറയുന്നത് മുന്നോട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആസിഡ് ബേസ് ഇംബാലൻസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ആസിഡ് ബേസ് ഇംബാലൻസിൽ നിന്ന് അതിപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രോമെട്രിക് എക്സാംസോ എക്സാമിന് മാത്രമല്ല ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിലും ശരി, ആസിഡ് ബേസ് ഇംബാലൻസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആസിഡ് ബേസ് ഇംബാലൻസിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഞാൻ എന്താ പറയണ്ടേ ABG ഇൻ്റർപ്രിട്ടേഷനിലുപരി ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് അത് എന്താ പറയുന്നത് കോസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഏരിയ എനിക്ക് തോന്നുന്നു അവിടെ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ദ നഴ്സ് അസസ്സസ് എ ക്ലയൻറ്റ് വിത്ത് ആൻ ഇലിയോസ്റ്റമി ഫോർ പോസിബിൾ ഡെവലപ്മെന്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആസിഡ് ബേസ് ഇംബാലൻസസ്: റെസ്പിറേറ്ററി ആസിഡോസിസ്, മെറ്റബോളിക് ആസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്. അപ്പോൾ ഇലിയോസ്റ്റമി ഉള്ള പേഷ്യൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ പേഷ്യൻറ്റിന് ഏത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നാണ് നമ്മളോട് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് വരാം. ആസിഡ് ബേസ് ഇംബാലൻസ്, ABG ഇൻ്റർപ്രിട്ടേഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എപ്പോഴും 4 ടൈപ്പാണ് പ്രധാനമായിട്ട് അല്ലേ: റെസ്പിറേറ്ററി ആസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മെറ്റബോളിക് ആസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്. ഈ 4 അത് എങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, ഇത് ആസിഡോസിസ് ആൽക്കലോസിസ് ആക്കാനുള്ളത് അല്ലെ, എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരുപാട് ഇതിലോട്ട് പോകാതെ ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ നോർമൽ വാല്യൂസ് പറഞ്ഞാൽ pH അല്ലേ 7.35 to 7.45 ആണ് അല്ലേ, ആണ് നോർമൽ pH വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PCO2 അല്ലേ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നോർമൽ 35 to 45 mm of Hg ആണ്. പിന്നെ നമുക്ക് വേണ്ടത് HCO3 ആണ്, ബൈകാർബണേറ്റിൻ്റെ അളവ്. ഓക്കെ, അത് ആവറേജ് പറഞ്ഞാൽ 22 to 27, എംഗ്ലാക്സിലൊക്കെ 22-27 MEq/L ആണ് പറയുന്നത്. ചിലതിൽ 22-26 ഉണ്ട്. ഒരു 22 to 27 റേഞ്ച് എടുത്തോ നോർമലായിട്ട്. ഇത് 3 മെയിനായിട്ട് അറിഞ്ഞിരിക്കുക, ഈ നോർമൽ വാല്യൂസ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം നോർമൽ അറിഞ്ഞിരുന്നാൽ മാത്രമല്ലേ അബ്നോർമൽ എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. സോ അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഈ 4 അല്ലെ, റെസ്പിറേറ്ററി ആസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മെറ്റബോളിക് ആസിഡോസിസ്, മെറ്റബോളിക് ആൽക്കലോസിസ്, എന്തിലാണ് ചേഞ്ച്, ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമുക്കറിയാം കാർബൺ ഡയോക്സൈഡിൽ റെസ്പിറേറ്ററി ഓർത്താൽ മതി. കാർബൺ ഡയോക്സൈഡ് റെസ്പിറേറ്ററി. കാർബൺ ഡയോക്സൈഡിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഇഷ്യൂ ആയിരിക്കും വരുന്നത്. അത് ആസിഡോസിസ് ആയിരിക്കാം, ആൽക്കലോസിസ് ആയിരിക്കാം. അതുപോലെ തന്നെ ബൈകാർബണേറ്റ് അഥവാ HCO3 അബ്നോർമാലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആൽക്കലോസിസ് ആയിരിക്കും, മെറ്റബോളിക് ആസിഡോസിസോ ആൽക്കലോസിസോ ആയിരിക്കും. അതൊന്ന് ഉറപ്പിച്ചേക്കുക. സോ PCO2 നിങ്ങൾ വാല്യൂസ് നോക്കുമ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡിൽ 35 to 45 എന്നുള്ള നോർമൽ റേഞ്ചിനുള്ളിൽ നിൽക്കാതെ അതിനകത്ത് അബ്നോർമാലിറ്റീസ് ഉണ്ടായാൽ അത് റെസ്പിറേറ്ററി ആസിഡോസിസോ ആൽക്കലോസിസോ ആയിരിക്കും. നേരെ മറിച്ച് HCO3 എത്ര നോർമൽ 22 to 27, അതിൽ അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടേ മെറ്റബോളിക് ആസിഡോസിസോ ആൽക്കലോസിസോ ആയിരിക്കും. അതങ്ങ് ഉറപ്പിച്ചേക്കുക. അതിന് വേറെയും കാരണങ്ങളൊക്കെ ഉണ്ട്. കാരണം നമുക്കറിയാം 20:1 20 ബൈകാർബണേറ്റിന് 1 കാർബോണിക് ആസിഡ് എന്നുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ബ്ലഡിൻ്റെ pH 7.35 45 ഇടയ്ക്ക് നിൽക്കുന്നത്. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയാൽ കാർബൺ ഡയോക്സൈഡ് വാട്ടറുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അത് കാർബോണിക് ആസിഡായിട്ട് മാറും. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ കാർബോണിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് അവിടെ അസിഡോസിസ് ഉണ്ടാകുന്നത്. കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ അത് റെസ്പിറേറ്ററി ആസിഡോസിസ് ആയിട്ട് മാറും. ഓക്കെ, കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാതെ സിമ്പിളായിട്ടൊന്ന് ഇനി മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇതുപോലെ ആൻസർ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പിറേറ്ററി ആസിഡോസിസിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. സോ PCO2 കൂടി കണ്ടാൽ 45 മുകളിലോട്ട് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് റെസ്പിറേറ്ററി ആസിഡോസിസ് ആണ്. അതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറഞ്ഞാൽ PCO2 കുറഞ്ഞാൽ റെസ്പിറേറ്ററി ഇഷ്യൂ തന്നെയാണ്. എന്താ പ്രശ്നം? ആൽക്കലോസിസ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാർബൺ ഡയോക്സൈഡ് കുറയുമ്പോൾ കാർബോണിക് ആസിഡ് താഴും, ബൈകാർബണേറ്റ് മുകളിൽ നിൽക്കും. ആൽക്കലി കൂടി ആൽക്കലോസ് ഉണ്ടാവും. പക്ഷേ ആരുടെ ഉത്തരവാദിത്തമാണ്? കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞു പോയത് കൊണ്ട് അത് റെസ്പിറേറ്ററിയുടെ ഉത്തരവാദിത്തം. സോ റെസ്പിറേറ്ററി ആൽക്കലോസിസ്, അത് രണ്ടും മനസ്സിലാക്കി വെക്കുക. റെസ്പിറേറ്ററി അസിഡോസിസിൽ PCO2 കൂടും, റെസ്പിറേറ്ററി ആൽക്കലോസിസിൽ PCO2 കുറയും. ക്ലിയർ? ഇനി അടുത്തത് മെറ്റബോളിക് അസിഡോസിസിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബൈകാർബണേറ്റ് കുറഞ്ഞു പോകുന്നതാണ് കാരണം.
അല്ലെങ്കിൽ ആസിഡിൻ്റെ അളവ് കൂടുന്ന, ഹൈഡ്രജൻ അയൺസ് കൂടുന്നതാണ് മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് HCO3 ആണ്. അപ്പോൾ HCO3 ഞാൻ പറഞ്ഞായിരുന്നു, ബൈകാർബണേറ്റിനെ മെറ്റബോളിക്കുമായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യണം. ബൈകാർബണേറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ അത് മെറ്റബോളിക് ആസിഡോസിസോ ആൽക്കലോസിസോ ആയിരിക്കും. ബൈകാർബണേറ്റ് കുറയുമ്പോൾ കാർബോണിക് ആസിഡ് ഉയർന്നു നിൽക്കും, ബ്ലഡിൽ അസിഡോസിസ് ആവും. ബൈകാർബണേറ്റ് കുറഞ്ഞു പോയത് കൊണ്ട് റെസ്പോൺസിബിലിറ്റി ആർക്ക് പോകണം? അത് മെറ്റബോളിക്കിന് പോകണം. സോ മെറ്റബോളിക് അസിഡോസിസിൽ ബൈകാർബണേറ്റ് കുറയും. ഈ പറഞ്ഞ 22-ൽ താഴെയായിരിക്കും വാല്യൂ ഉണ്ടാവുക. മനസ്സിലായി? ഇനി തിരിച്ചങ്ങ് ചിന്തിച്ചാൽ മതി. മെറ്റബോളിക് ആൽക്കലോസിസിലോട്ട് വരുമ്പോഴത്തേക്ക് ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടും. അല്ലെങ്കിൽ തിരിച്ച് ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടിയാൽ HCO3 27-ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ബൈകാർബണേറ്റ് ആണ്, ബേസിക്കലി ആൽക്കലിയാണ്. ആൽക്കലി കൂടിയാൽ ആൽക്കലോസിസ്. ബൈകാർബണേറ്റ് കൂടിയതുകൊണ്ട് അത് മെറ്റബോളിക്. സോ മെറ്റബോളിക് ആൽക്കലോസിസിൽ HCO3യുടെ അളവ് കൂടുതലായിരിക്കും. ഇതാണ് ഇതിൻ്റെ 4 ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. pH നിങ്ങൾക്കറിയാം 7.35 താഴെ പോയി കഴിഞ്ഞാൽ അസിഡോസിസ് ആണ്. 7.45 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ആൽക്കലോസിസ് ആണ് ബ്ലഡിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുക. പിന്നെ ഈ pH നോർമൽ ആണെങ്കിൽ 7.35-നും 7.45-നും ഇടയ്ക്ക്, ഉദാഹരണം ഒരു 7.38 ആണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന pH 7.38. ഈ 7.38 എന്ന് പറയുന്നത് 7.35-നും 45-നും ഇടയ്ക്കല്ലേ? അത് നോർമൽ അല്ലേ? അങ്ങനെ വന്നാൽ അത് ഫുള്ളി കോമ്പൻസേറ്റഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ആസിഡോസോ ആൽക്കലോസോ അല്ലെങ്കിൽ മെറ്റബോളിക് ആസിഡോസോ ആൽക്കലോസോ ആയിരിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. pH നോർമൽ ആണെന്നുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റഡ് ആണ്, ഫുള്ളി കോമ്പൻസേറ്റഡ് ആണ്. അതിൻ്റെയും കാരണങ്ങളൊക്കെ ഉണ്ട്, പോയി കഴിഞ്ഞാൽ ഇനി ഒത്തിരി പോകേണ്ടി വരും. അതുകൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? മെറ്റബോളിക് ആണെങ്കിൽ ലങ്സും, റെസ്പിറേറ്ററി ആണെങ്കിൽ കിഡ്നിയും കോമ്പൻസേഷൻ്റെ ശ്രമങ്ങളുണ്ടാവും. കിഡ്നി മാത്രമല്ല, ബഫർ സിസ്റ്റം, അത് ഒരുമിച്ച് ചേർത്ത് പറയണം. ഒരുപാടുണ്ട് അതിനകത്ത് പറയാൻ. അപ്പോൾ ആ കോമ്പൻസേഷൻ സക്സസ്ഫുൾ ആയാൽ pH പലപ്പോഴും നോർമലായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ, അബ്നോർമൽ ആണെന്നുണ്ടെങ്കിൽ 7.35-ൽ താഴെയോ 7.45-ന് മുകളിലോട്ടോ വാല്യൂ പോയാൽ അത് അബ്നോർമലാണ്. അങ്ങനെ വന്നാൽ അത് അൺകോമ്പൻസേറ്റഡ് എന്ന് വിളിക്കും. അതാണ് കോമ്പൻസേറ്റഡും അൺകോമ്പൻസേറ്റഡും തമ്മിലുള്ള ഡിഫറൻസ്. അതും വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇനി കുറച്ചുകൂടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇവിടെ കോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, 4 മെയിനായിട്ട്. റെസ്പിറേറ്ററി അസിഡോസിസ്, അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, റെസ്പിറേറ്ററി അസിഡോസിസിൽ എന്താ സംഭവിക്കുന്നത് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലേ? PCO2 കൂടുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ കൂടാം? ശ്വാസത്തിന് തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ, ശ്വാസം മുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഡിസ്നി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? കാർബൺ ഡൈ ഓക്സൈഡ് റിട്ടൻഷൻ ഉണ്ടാകാം. കാർബൺ ഡൈ ഓക്സൈഡ് കെട്ടിക്കിടന്നിട്ട് അത് കാർബോണിക് ആസിഡായിട്ട് മാറും. ആസിഡോസിസ് ഉണ്ടാവും, റെസ്പിറേറ്ററി ആസിഡോസിസ് ഉണ്ടാവും. കാരണം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതുകൊണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മൾ പറയും, ഹൈപ്പോ വെന്റിലേഷൻ എന്ന് പറയും. ബ്രീത്തിൻ്റെ എണ്ണം കുറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാകാം? ശ്വാസതടസ്സം. ശ്വാസതടസ്സം എങ്ങനെ ഉണ്ടാകാം? അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഡിസ്നിയ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് അങ്ങനെ ശ്വാസതടസ്സം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം റെസ്പിറേറ്ററി അസിഡോസിസിൻ്റെ കാരണമായേക്കാം. അതെന്തും ആകാം. COPD, ഡിസ്നി ഉണ്ട്, അല്ലേ? ആസ്മ, ട്യൂബർക്ലോസിസ്, പൾമോണറി എഡിമ, പൾമോണറി എംബോളിസം, ബ്രോങ്കൈറ്റാസിസ്, അങ്ങനെ ഒരു ലിസ്റ്റായിട്ട് പോകുന്നുണ്ട്. ഹെഡ് ഇഞ്ചുറി പോലും. കാരണം എന്താ? മെഡില ഒബ്ലാങ്കേറ്റാണ് റെസ്പിറേറ്ററി സെൻറ്റർ ഇരിക്കുന്നത്, അല്ലേ? മെഡില ഒബ്ലാങ്കേറ്റിലാണ് ഇരിക്കുന്നത്. സോ തലക്കടിയേറ്റ അല്ലെങ്കിൽ തലയ്ക്ക് ഇഞ്ചുറി ആയിട്ട് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡിപ്രഷൻ ഉണ്ടായാൽ ഹൈപ്പോ വെന്റിലേഷൻ ഉണ്ടാവും, ബ്രീത്തിൻ്റെ എണ്ണം കുറയും, കാർബൺ ഡൈ ഓക്സൈഡ് പോവില്ല, കെട്ടിക്കിടന്നാൽ അത് കാർബോണിക് ആസിഡ് ആവും, റെസ്പിറേറ്ററി അസിഡോസ് ഉണ്ടാവും. സോ റെസ്പിറേറ്ററി അസിഡോസിസിൻ്റെ മെയിൻ കാരണം ഹൈപ്പോ വെന്റിലേഷൻ. അങ്ങനെ ഓർക്കുക. റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്താണ് അവിടെ സംഭവിക്കുന്ന മെയിൻ പ്രശ്നം? എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കുറയുകയാണ് ചെയ്യുന്നത്. തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കുറയുന്നു, ബൈകാർബണേറ്റ് കൂടുന്നു, ആൽക്കലോസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞതുകൊണ്ട് റെസ്പിറേറ്ററിക്ക് ഉത്തരവാദിത്വം, റെസ്പിറേറ്ററി ആൽക്കലോസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ കുറയാം? തിരിച്ചു ചിന്തിച്ചാൽ പോരെ? ഹൈപ്പർ വെന്റിലേഷൻ, അല്ലേ? ബ്രീത്തിൻ്റെ എണ്ണം കൂടിയാൽ കണ്ടമാനം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകും. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോയി കഴിഞ്ഞാൽ ആസിഡ്, കാർബോണിക് ആസിഡ് കുറയും, ആൽക്കലോസിസ് ഉണ്ടാവും, റെസ്പിറേറ്ററി ആൽക്കലോസിസ്. സോ ബ്രീത്തിൻ്റെ എണ്ണം കൂടുന്ന കേസുകൾ, ഹൈപ്പർ വെന്റിലേഷൻ ആണ് ഇവിടുത്തെ മെയിൻ റീസൺ. അത് ചിലതൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഓർമ്മ വരുന്നതായിരിക്കത്തില്ല. മറ്റേത് ചിലപ്പം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ആസ്മയൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നത് റെസ്പിറേറ്ററി അസിഡോസ് ആയിരിക്കും. ഇവിടെ ചിന്തിക്കുമ്പോൾ പെയിൻ ഒരു കാരണമാണ്. സിമ്പത്തറ്റിക് ആക്ടിവേഷൻ, നമ്പർ ഓഫ് ബ്രീത്ത്സ് കൂടും, ഓക്കെ, ടാക്കിമിനി ഉണ്ടാവും. പെയിന്, പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ഹൈപ്പോക്സിയ, ഓക്സിജൻ ടിഷ്യൂസിൽ കുറയുന്നത് കാരണം കോമ്പൻസേറ്ററി ആയിട്ട് ബ്രീത്തിൻ്റെ എണ്ണം കൂടും. പിന്നെ ആൻസൈറ്റി ഒക്കെ കൂടുന്ന കേസുകൾ, ഹിസ്റ്റീരിയ പോലുള്ള കണ്ടീഷൻസ്,
പിന്നെ ഫീവർ എടുത്തു പറയേണ്ടതാണ്, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വേറെ വരാം. ഇതുപോലെ ഇപ്പോൾ ഇലിയോസ്റ്റമി ഇവിടെ കിടക്കുന്ന പോലെ ചിലപ്പോൾ ഒരു ഫീവർ ഇട്ടായിരിക്കും ഇനി ഒരു വിഷയം വരുന്നത്. ഫീവറിലും ബ്രീത്തിൻ്റെ എണ്ണം കൂടുന്നുണ്ട്, മെറ്റബോളിസം ഹൈയപ്പാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ലോസ് ആയിട്ട് എന്ത് സംഭവിക്കും? റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ടാവും. അപ്പോൾ വോളണ്ടറി ബ്രീത്ത് ഹോൾഡ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഇതിൻ്റെ ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ട് വരും. അങ്ങനെയും പറഞ്ഞു പോയാൽ ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. സോ റെസ്പിറേറ്ററി അസിഡോസിസ് ഹൈപ്പർ വെന്റിലേഷൻ, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഹൈപ്പർ വെന്റിലേഷൻ മെയിൻ റീസൺ. അതുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന കണ്ടീഷൻസ് ഒക്കെ മനസ്സിലോട്ട് ഇട്ടാൽ മതി. ഇനി അടുത്തത് മെറ്റബോളിക് അസിഡോസിസ് ആണ്. അതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. മെറ്റബോളിക് അസിഡോസിൽ എന്താ സംഭവിക്കുന്നത്? ബൈകാർബണേറ്റിന്റെ അളവ് കുറയുന്നതാണ് മെയിൻ. 2 ആസിഡ് കൂടുന്നത് ഒരു റീസൺ ആണ്, ഹൈഡ്രോജൻ അയൺസ് കൂടുന്നു. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി. അത് തന്നെയാണ് ഇവിടുത്തെ ആൻസറും വരുന്നത്. ലോവർ GI, മെയിനായിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ആ ഭാഗത്ത് ഉണ്ടാകുന്ന ഇഷ്യൂസ് പലപ്പോഴും ലീഡ് ചെയ്യുന്നത് മെറ്റബോളിക് അസിഡോസിലോട്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ഫ്ലൂയിഡ്സിൽ കണ്ടമാനം ബൈകാർബണേറ്റ്സ് ഉണ്ട്. സോ അത് ലോസ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബൈകാർബണേറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കി ആസിഡ് ബാക്കിയാവും. ആസിഡ് ഉണ്ടായാൽ അസിഡോസ് ഉണ്ടാവും, മെറ്റബോളിക് അസിഡോസ് ഉണ്ടാവും. മനസ്സിലായി ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം? സിവിയർ ഡയറിയ ചോദിക്കുന്നതാണ് ഫ്രീക്വൻ്റ് ആയിട്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇലിയോസ്റ്റമി. ഇലിയോസ്റ്റമി എന്താണെന്ന് അറിയാമല്ലോ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇലിയം കൊണ്ട് സ്റ്റോമ ഉണ്ടാക്കുന്നതാണ്, ബൈപ്പാസ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. സോ ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഇറിഗേഷനും ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ട ഇൻഡസ്ട്രിയൽ ഫ്ലൂയിഡ്സ് ഒക്കെ ലോസ് ആയിട്ട് അതിൽ നിന്നുള്ള ബൈകാർബണേറ്റ് ലോസ്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കാം? മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ലോവർ GI മെറ്റബോളിക് അസിഡോസിസ്, അപ്പർ GI മെറ്റബോളിക് ആൽക്കലോസിസ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതും വരും, അതുകൊണ്ടാണ് പറയുന്നത്. അടുത്തൊരു പറയുന്നുണ്ട് ഞാൻ. ഉദാഹരണം, എക്സസീവ് വോമിറ്റിംഗ് ഉണ്ടായാൽ അത് അപ്പർ GI അല്ലേ? വോമിറ്റിംഗ്, സ്റ്റൊമക്ക്, കണ്ടമാനം വോമിറ്റിങ്സിലൂടെ എന്ത് നഷ്ടപ്പെടും? ഹൈഡ്രോക്ലോറിക് ആസിഡ് നഷ്ടപ്പെടും. ആസിഡ് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവുന്ന ആൽക്കലിയാണ്. എന്ത് സംഭവിക്കും? ആൽക്കലോസ് ഉണ്ടാവും, മെറ്റബോളിക് ആൽക്കലോസ് ഉണ്ടാവും. ഓക്കെ, സാധാരണഗതിയിലെ കാര്യമാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ മെറ്റബോളിക് അസിഡോസ് ഉണ്ടാവും, അത് വേറൊരു കാര്യം. മനസ്സിലാകുന്നുണ്ടോ? ഹൈപ്പറമസിസ് ഗ്രാവിഡാരത്തിലൊക്കെ പറയുന്ന പോലെ. പക്ഷെ പ്രൈമറിലി ഉണ്ടാകുന്ന പ്രശ്നം ആദ്യം ആസിഡ് പോയി കഴിഞ്ഞാൽ ബാക്കി ആൽക്കലി ഉണ്ടാവുള്ളൂ, അങ്ങനെ മെറ്റബോളിക് ആൽക്കലോസ് ഉണ്ടാവും. മനസ്സിലായി? പിന്നെ അതുപോലെ തന്നെ NG സെക്ഷനിങ് ചെയ്യുന്ന, പ്രൊലോങ്ഡ് ആയിട്ട് NG സെക്ഷനിങ് ചെയ്യുന്ന ഒരാൾക്കും ഇതുപോലെ ആസിഡ് കണ്ടമാനം പോയിട്ട് ആൽക്കലി ബാക്കിയായിട്ട് മെറ്റബോളിക് ആൽക്കലോസ് ഉണ്ട്. അതാണ് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പർ GI മെറ്റബോളിക് ആൽക്കലോസിസ്, ലോവർ GI എന്താണ്? മെറ്റബോളിക് ആസിഡോസിസ്. അങ്ങനെ ഓർക്കുക. ഇലിയോസ്റ്റമി, പിന്നെന്താണ് ഇപ്പോൾ പറഞ്ഞ സിവിയർ ഡയറിയ ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇത് മാത്രമൊന്നും അല്ല കേട്ടോ. ഡയബറ്റീസ് മെലിറ്റസ്, അതിൽ തന്നെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന ഡയബറ്റിക് കീറ്റോ ആസിഡോസിസ്, അതൊക്കെ നമ്മൾ വേറെ ക്വസ്റ്റനിൽ ചെയ്തിട്ടുള്ളതാണ്, കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഫാറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് ആസിഡ് ഒരുപാട് കീറ്റോൺസ് ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കുന്നത്. ഒരുപാട് മാൽനറിഷ്ഡ് ആയാലും നമുക്ക് കണ്ടമാനം ഫാറ്റ് എത്തിയാലും ഒക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റാർവിങ് ആയിട്ടുള്ള ഒരാൾക്കും മെറ്റബോളിക് അസിഡോസ് ഉണ്ടാകും, സ്റ്റാർവേഷനിലുള്ള ഒരാളിലും മെറ്റബോളിക് അസിഡോസ് ഉണ്ടാകുന്നതിൻ്റെയും കാരണം മറ്റൊന്നുമല്ല, ഇത് തന്നെയാണ്. കാരണം ഗ്ലൂക്കോസ് കിട്ടാതാവുമ്പോൾ സെല്ലുകളിൽ നിന്നുള്ള ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോനിയോജനസിസ് എന്ന പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കീറ്റോൺ ബോഡീസ് ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കപ്പെടുകയും അത് കുമിഞ്ഞു കൂടിയിട്ട് അസിഡോസിസ് ഉണ്ടാകുകയും മെറ്റബോളിസത്തിൻ്റെ ഇമ്പയർമെൻ്റ് ആയതുകൊണ്ട് അത് മെറ്റബോളിക് അസിഡോസ് ആയിട്ട് മാറുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഡയബറ്റീസ് മെലിറ്റസും ഡയബറ്റിക് കീറ്റോ അസിഡോസിസും റീനൽ ഫെയിലുവർ, മനസ്സിലാകുന്നുണ്ടോ? ഹൈഡ്രോജൻ അയോൺസിൻ്റെ റിട്ടൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റീനൽ ഫെയിലുവർ ഉള്ള പേഷ്യൻറ്റും മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകാം. സോ മെറ്റബോളിക് അസിഡോസിസ് മെയിൻ ആയിട്ടുള്ളതാണ് പറയുന്നത്. ഇനിയുണ്ട്, ഉദാഹരണം ആസ്പിരിൻ ഓവർഡോസ്, ലേറ്റർ സ്റ്റേജിൽ വരുന്നത് മെറ്റബോളിക് അസിഡോസ് ആണ്. ആസ്പിരിൻ, അസറ്റൈൽ സാലിസിലിക് ആസിഡ് കുമിഞ്ഞു കൂടി അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ ആസ്പിരിൻ ഓവർഡോസ്, ഇലിയോസ്റ്റമി, സിവിയർ ഡയേറിയ, റീനൽ ഫെയിലുവർ, വേറെ ഒന്നും പറഞ്ഞായിരുന്നല്ലോ, ഡയബറ്റീസ് മെലിറ്റസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ മെറ്റബോളിക് ആസിഡോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫൈനലി മെറ്റബോളിക് ആൽക്കലോസിസ്, അവിടെ സംഭവിക്കുന്ന ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടുന്നതോ ഹൈഡ്രോജൻ അയൺസിൻ്റെ അളവ് കുറയുന്നതോ ആയിരിക്കാം പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോജൻ ലോസ് ആയിട്ട് സിവിയർ വോമിറ്റിംഗ് ഉള്ള പേഷ്യൻറ്റ്, NG സക്ഷനിങ് ചെയ്യുന്ന പേഷ്യൻസിന്. മനസ്സിലാവുന്നുണ്ടോ? ഡയൂറിറ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ കണ്ടമാനം ഹൈഡ്രോജൻ അയൺസ് ഒക്കെ ലോസ് ആയി പോയിട്ട് ഇങ്ങനെ ഉള്ള റീസൺസ് കാരണം വേറെ ഉണ്ട് എടുത്തു പറയണ്ട, ഇനിയുണ്ട് കേട്ടോ കുറേ. മാസീവ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉള്ള പേഷ്യൻറ്റ് മെറ്റബോളിക് ആൽക്കലോസ് ഉണ്ടാകും. കണ്ടമാനം ബ്ലഡ് കൊടുത്തും അതിനകത്ത് ആൻറ്റി കോയാഗുലൻ്റ് ആയിട്ട് സിട്രേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സിട്രേറ്റ് മെറ്റബോളൈസ്ഡ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ബൈകാർബണേറ്റ് ആണ്. അങ്ങനെ ബൈകാർബണേറ്റിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് മെറ്റബോളിക് ആൽക്കലോസിസ് ആയിട്ട് മാറും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ സിവിയർ വോമിറ്റിങ്ങും പിന്നെ വേറെ എന്തെന്ന് പറഞ്ഞാൽ NG സെക്ഷനും ഒക്കെ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ടിസ്റ്റ് വന്ന് ചിലപ്പോൾ മാറി ചോദിക്കാനും മതി. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ.
അത്രയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇനി എളുപ്പത്തിൽ കിട്ടും എന്ത്. The nurse assesses a client with an ileostomy for possible development of which of the following acid-base imbalances. ഏതായിരിക്കും ഇലിയോസ്റ്റമി ഉള്ള പേഷ്യന്റിൽ വരുന്നത്? റെസ്പിറേറ്ററി അസിഡോസ് അല്ല, മെറ്റബോളിക് അസിഡോസിസ് ആണ്. മെറ്റബോളിക് ആൽക്കലോസിസോ റെസ്പിറേറ്ററി ആൽക്കലോസിസോ അല്ല. സോ റൈറ്റ് ആൻസർ അവിടെ എടുക്കാം നമുക്ക്. ഓപ്ഷൻ ബി, മെറ്റബോളിക് അസിഡോസിസ്. അതിനിടെ ഞാൻ ക്ലാസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞോട്ടെ. നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ലൈവ് ക്ലാസ് 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഡെയിലി 1 hour ക്ലാസ് വരുന്നത്. 1 month ക്ലാസ് ഉണ്ടാവും. 1 month എന്ന് കൂട്ടണ്ട, ഒരു 30 days കൂട്ടിക്കുക. 30 ദിവസം ആവറേജ് വേണം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് തിയറി ക്ലാസ് കൂടാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഉണ്ടാവും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സസും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഡെമോ അറ്റൻഡ് ചെയ്യാനോ ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് അത് ഈ പറഞ്ഞ പോലെ DH, HAD, MOH, പ്രോമെട്രിക്ക് ഇങ്ങനെയുള്ള എക്സാംസിന് വേണ്ടിയിട്ട് 60 hours-ൻ്റെയും 5 days-ൻ്റെയും ക്രാഷ് കോഴ്സ് ഉണ്ട്. എംഗ്ലെക്സാറിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പാക്കേജ് അവൈലബിൾ ആണ്. തിയറി, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഉണ്ട്. ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ട് DME, DHS, എയിംസ് പോലുള്ള എക്സാംസിന് വേണ്ടിയിട്ട് റെഗുലർ ക്ലാസ്സസും ഇതെല്ലാം പ്രത്യേകം പാക്കേജുകളായിട്ട് നമ്മുടെ നഴ്സിംഗ് പ്ലീസ് ലെക്ചേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡെമോ ക്ലാസ്സും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ് ഫ്രീ ആയിട്ട്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുക, ഡീറ്റെയിൽസ് അറിയാം. അടുത്തൊരു ക്വസ്റ്റ്യനോട്ട് പോകണേ. വെൻ ഇവാലുവേറ്റിംഗ് എ ക്ലയൻറ്റ് വിത്ത് സിംറ്റംസ് ഓഫ് ഷോക്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി നഴ്സ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂറോജനിക് ആൻഡ് ഹൈപ്പോവോളിമിക് ഷോക്ക്. ദ സിംറ്റംസ് ഓഫ് ന്യൂറോജനിക് ഷോക്ക് differ from hypovolemic shock in that in neurogenic shock the skin is warm and dry. In hypovolemic shock there is bradycardia. In hypovolemic shock capillary refill is less than 2 seconds. In neurogenic shock there is delayed capillary refill. ചോദ്യം ഇതാണ്. നമ്മൾ ഷോക്കിൻ്റെ സിംറ്റംസ് ഉള്ള ഒരു പേഷ്യൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ന്യൂറോജനിക് ആൻഡ് ഹൈപ്പോവോളിമിക് എന്ന് വെച്ചാൽ ന്യൂറോജനിക് ഷോക്കും ഹൈപ്പോവോളിമിക് ഷോക്കും തമ്മിലുള്ള എങ്ങനെ വേർതിരിക്കാമെന്നാണ്, അല്ലെങ്കിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു 3 തെറ്റ് കിടപ്പുണ്ട്, ഒരെണ്ണം ശരിയാണ്, അത് കണ്ടെത്തണം. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഐഡിയ തരാം. ന്യൂറോജനിക് ഷോക്ക് എന്താണ് ഷോക്ക് എന്ന് പറയുന്നത്? ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ പെർഫ്യൂഷൻ ടു ദി വൈറ്റൽ ഓർഗൻസ് അല്ലേ, അല്ലെങ്കിൽ വൈറ്റൽ ഓർഗൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെയിനായിട്ട് ബ്രെയിന്, ഹാർട്ട്, കിഡ്നി അങ്ങനെയുള്ള ഓർഗൻസിലോട്ട് ഉള്ള ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ സെല്ലുകളിലോട്ട് ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ ഷോക്ക് എന്ന് പറയുന്നത്. ജനറലി ആ ഷോക്ക് എങ്ങനെ ഉണ്ടാകുന്നു, എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കോസ് കണ്ടെത്തുന്നതിലൂടെ നമ്മൾ അതിൻ്റെ ടൈപ്സിലോട്ട് എത്തും അല്ലേ. ഇപ്പോൾ ഹാർട്ടാണ് കാരണമെങ്കിൽ ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യുന്നില്ല അല്ലേ, കാർഡിയക് ഔട്ട്പുട്ട് കുറയുന്നു, അങ്ങനെ ഷോക്ക് വരാം. ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ചെയ്യപ്പെടാം, സർക്കുലേറ്ററി ഇമ്പയർമെൻറ്റ് ഉണ്ടാകാം. അപ്പോൾ കാരണക്കാരൻ ഹാർട്ടാണ്, അതിനെ നമ്മൾ കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയും ഇല്ലേ. ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറയുമ്പോൾ കുറേയധികം സിമിലാരിറ്റി ഉണ്ട് ഈ 2 ഷോക്കുകളും തമ്മിൽ. ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന പേരിൽ തന്നെ ഉണ്ട് ഹൈപ്പോവോളീമിയ, ബ്ലഡ് വോളിയം കുറയുന്നു. ഫ്ലൂയിഡ് ലോസ് ആണ് അവിടുത്തെ പ്രധാന കാരണം. വെള്ളം നഷ്ടപ്പെടുമ്പം പ്ലാസ്മ കുറയും, ബ്ലഡ് വോളിയം കുറയും. ബ്ലഡ് വോളിയം കുറയുമ്പോഴത്തേക്ക് പെർഫ്യൂഷൻ കുറയും, എന്ന് വെച്ചാൽ സെല്ലുകളിലോട്ട് സാധനങ്ങൾ എത്താതാവും, ഷോക്ക് ഉണ്ടാവും, മരണം വരെ സംഭവിക്കാം. വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ് ഷോക്ക്, നിങ്ങൾക്ക് അറിയാം അല്ലേ. കോമ്പൻസേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അത് പോകുന്നത് ഇറിവേഴ്സിബിൾ സ്റ്റേജിലോട്ടായിരിക്കും, ആള് മരണത്തിലോട്ടായിരിക്കും എത്തപ്പെടുന്നത്. അതെ, ഹൈപ്പോവോളിമിക് ഷോക്ക്. ഫ്ലൂയിഡ് ലോസ് ഉണ്ടായാൽ, ഹാർട്ട് പമ്പ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ട് അങ്ങനെ സംഭവിച്ചാൽ കാർഡിയോജനിക് ഷോക്ക് അല്ലേ. വേറെ ഏതിനുള്ള പ്രധാനമായിട്ട് ഇവിടത്തേക്ക് ആവശ്യമുള്ള രീതി ന്യൂറോജനിക് ഷോക്ക്. പേരിൽ തന്നെ ഉണ്ട്, നെർവസ് സിസ്റ്റത്തിൻ്റെ ഇമ്പയർമെൻ്റ് ആയിരിക്കും. പ്രധാനമായിട്ട് സ്പൈനൽ കോഡിൻ്റെ ഭാഗത്തുണ്ടാകുന്ന തകരാറ്, ഹെഡ് ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്. കാരണം മെയിനായിട്ട് സ്പൈനൽ കോഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഇരിക്കുന്ന എവിടെയാണ്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ടോൺ നഷ്ടപ്പെട്ടു പോകുന്നതാണ് അവിടുത്തെ കാരണം. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മൾ എവിടെയൊക്കെയോ പഠിച്ചിട്ടുള്ള ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഇല്ലേ. നമ്മൾ എന്താ പറയണ്ടേ, BP കൂട്ടാനും ഹാർട്ട് റേറ്റ് കൂട്ടാനും അല്ലേ, നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഡേഞ്ചർ ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്? നമ്മൾ പേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടെന്ന് തലച്ചോറ് ഡിറ്റക്ട് ചെയ്യുമ്പോഴത്തേക്ക് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ആ സമയത്ത് നമുക്ക് കുറച്ച് എക്സ്ട്രാ എനർജി കിട്ടിയ പോലൊക്കെ ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടമാനം മെറ്റബോളിസം നടക്കുന്നു. ആ മെറ്റബോളിസത്തിന് വേണ്ട എന്താ പറയുന്നത് ബ്ലഡും കാര്യങ്ങളൊക്കെ ആരെത്തിച്ചു കൊടുക്കും? ഹാർട്ട് എത്തിച്ചു കൊടുക്കും. സോ ഹാർട്ട് റേറ്റ് കൂടണം, ഓക്സിജൻ വേണം അവിടെ. പിന്നെ ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാവും അല്ലേ, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക്. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടുന്നു, BP കൂടുന്നു, ബ്രോങ്കോ ഡയലേഷൻ ഉണ്ടാകുന്നു, ഓക്കെ, പിപ്പിൾ ഡയലേഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സിമ്പതറ്റിക്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ ഓടിച്ചു വിടുകയാണ്, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷനിൽ സംഭവിക്കുന്നത്. ഇയാളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടാൽ, ഇയാളുടെ വർക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ വർക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ചിന്തിച്ചു നോക്കൂ. അത് ലോസ് ആയാൽ, ടോൺ നഷ്ടപ്പെട്ടാൽ, സാധാരണ അത് പറയാൻ പറ്റുമോ? സോറി, അതായിരുന്നു എടുത്തു പറയേണ്ടത്. വാസോ കൺസ്ട്രിക്ഷനാണ് പുള്ളിക്കാരൻ പെയിനായിട്ട് പെരിഫറൽ ഏരിയയിലൊക്കെ വാസോ കൺസ്ട്രിക്ഷനാണ് ബ്ലഡ് വെസൽസിൻ്റെ ആര് ചെയ്യുന്നത്? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ചെയ്യുന്നത്. ഈ കൺട്രോൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് മാസീവായിട്ടുള്ള വാസോ ഡയലേഷൻ ഉണ്ടാവും. ബ്ലഡ് വെസൽസിനകത്തുള്ള ഡയമീറ്റർ കൂടും, പ്രഷർ താഴും, ബ്ലഡ് പ്രഷർ താഴും. അതിനല്ലേ നമ്മൾ ഷോക്ക് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചേർന്ന് വരുമ്പോഴല്ലേ അത് ഷോക്ക് ഉണ്ടാകുന്നത്. സോ എസ്പെഷ്യലി പെരിഫറൽ ഏരിയാസിൽ മെയിനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ വാസോ ഡയലേഷൻ ഉണ്ടാവും. ഓക്കെ, ആ വാസോ ഡയലേഷൻ എന്തുകൊണ്ട് ഉണ്ടായതാണ്? സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ തകരാറ് കാരണം. ആ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ തകരാറ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ തകരാറ് കാരണം ഉണ്ടാകുന്നതാണ്. അതാണ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒരു മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്. സ്പൈനൽ ഷോക്ക് ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്യേണ്ടത്. ഹൈപ്പോവോളിമിക് ഷോക്കും പിന്നെ എന്താണ് സ്പൈനൽ ഷോക്കും, ന്യൂറോജനിക് ഷോക്കും. പിന്നെ ഉണ്ട് അനാഫിലാക്റ്റിക് ഷോക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അലർജി മെയിൻ റീസൺ ആയിട്ട് ഹിസ്റ്റമിനൊക്കെ മീഡിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, അതുകൂടെയും അൾട്ടിമേറ്റ് റിസൾട്ട് ഇത് തന്നെയാണ്, വാസോ ഡയലേഷൻ ആണ് സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ അത് അനാഫിലാക്റ്റിക് ഷോക്ക്. അതിനായിട്ട് ഇങ്ങനെ ഓർത്താൽ മതി. ഹിസ്റ്റമിൻ മീഡിയേറ്റഡ് ഷോക്ക് എന്നൊക്കെ ഉണ്ടാകുന്നത് സെപ്റ്റിക് ഷോക്ക്, ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകുന്നു. അതും ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഓവർ റിയാക്ഷൻ കാരണം അൾട്ടിമേറ്റ്ലി വാസോ ഡയലേഷനൊക്കെ ഉണ്ടാകുന്നതാണ് കാരണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് അല്ലെങ്കിൽ ഇനിയും കൂടുതൽ പറഞ്ഞങ്ങ് ഇതായി പോകും. ഞാൻ ഇതിലോട്ടൊന്ന് ഫോക്കസ് കൊടുക്കുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇവർ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം ഹൈപ്പോവോളിമിക് ഷോക്കും അതുപോലെ തന്നെ ന്യൂറോജനിക് ഷോക്കും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാക്കുക, ചില വ്യത്യാസങ്ങളുണ്ട്. ഹൈപ്പോവോളിമിക് ഷോക്കിൽ ഷോക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലേ, ബ്ലഡ് വോളിയം കുറഞ്ഞു പോകുന്നുണ്ട്, പെർഫ്യൂഷൻ കുറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അവിടെ നെർവസ് സിസ്റ്റത്തിന് ഒരു തകരാറുമില്ല. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നെർവസ് സിസ്റ്റം കോമ്പൻസേഷന് ശ്രമിക്കും. അത് കോമ്പൻസേറ്ററി സ്റ്റേജിൽ ഉണ്ടാകുന്നത് ഷോക്കിൽ. മനസ്സിലാകുന്നുണ്ടോ? കോമ്പൻസേഷന് ശ്രമിക്കും. അപകടമാണ്, ബ്ലഡ് വോളിയം കുറയുന്നു, വൈറ്റൽ ഓർഗൻസിലോട്ട് സപ്ലൈ കിട്ടുന്നില്ല, എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് കൂട്ടി കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹാർട്ട് റേറ്റ് കൂടും. മനസ്സിലായോ? സിമ്പതറ്റിക് ആക്ടിവേഷൻ്റെ ഭാഗമായിട്ട് ടാക്കികാർഡിയ ഉണ്ടാവും. അപ്പോൾ ഈ പെരിഫറൽ ഏരിയയിൽ, പ്രത്യേകിച്ച് സ്കിന്ന് പോലുള്ള ഭാഗത്തോട് നിന്നുള്ള ബ്ലഡ് അവിടെ നിന്നുള്ള ബ്ലഡിനെ കൂടെ ബൈപ്പാസ് ചെയ്യിപ്പിച്ചിട്ട് വൈറ്റൽ ഓർഗൻസിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടും. ഞാൻ ആ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട് ഇതൊക്കെ പറയുന്നത്. അവിടെ നിന്നുള്ള ബ്ലഡും കൂടെ ബ്രെയിന് പിടിച്ച് നിൽക്കേണ്ടത്, ബ്രെയിനും എന്താ പറയണ്ടേ, നമ്മുടെ പറഞ്ഞ പോലെ ഹാർട്ടും കിഡ്നിയും ഇതൊക്കെയാണ് ഈ സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസ് എന്ന് പറയുന്നത്. അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടി കൊടുത്തിട്ട് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ സ്കിന്ന് പോലെയുള്ള ഏരിയസിൽ പെരിഫറൽ ഏരിയയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയ്ക്കുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കും? കോൾഡ് ക്ലാമി സ്കിൻ ആയിരിക്കും. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഹൈപ്പോവോളിമിക് ഷോക്കിൽ. തണുത്തിട്ടുണ്ടാവും, നനവുള്ള ആ ഒരു രീതി. പുവർ പെരിഫറൽ പൾസസ് അല്ലേ, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സമയം. ടാക്കികാർഡിയ, ഹാർട്ട് റേറ്റ് കൂടും കോമ്പൻസേഷൻ്റെ ഭാഗമായിട്ട്. ഹൈപ്പോ ടെൻഷൻ കോമൺ ആണ്, എല്ലായിടത്തും BP കുറയും. മനസ്സിലാകുന്നുണ്ടോ? നേരെ മറിച്ച് ന്യൂറോജനിക് ഷോക്കിലോട്ട് വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കണം. ന്യൂറോജനിക് ഷോക്കിലോട്ട് വരുമ്പോഴത്തേക്ക് പുറത്തോട്ട് വാസോ ഡയലേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് പെരിഫറൽ ഏരിയയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ ആയിരിക്കും ഇനിഷ്യലി, അങ്ങനെ പറയുന്നത് എന്നുവെച്ചാൽ സ്കിന്നിലോട്ടൊക്കെയുള്ള. അത് കാരണം ഈ ബ്ലഡ് അവിടെ പൂൾ ചെയ്ത് കിടക്കുന്നതുകൊണ്ട്, വാസോ ഡയലേഷൻ കാരണം ബ്ലഡ് പെരിഫറൽ ഏരിയയിൽ പൂൾ ചെയ്ത് കിടക്കുന്നു. പ്രശ്നം എന്താ വെച്ചാൽ വൈറ്റൽ ഓർഗൻസിലോട്ട് ബ്ലഡ് എത്തുന്നില്ല, ഈ ബ്ലഡൊക്കെ പുറത്ത് കെട്ടി കിടക്കുകയാണ്. അങ്ങനെ പൂൾ ചെയ്ത് കിടക്കുമ്പോൾ എന്താ പറയണ്ടേ, വാം ഡ്രൈ സ്കിൻ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? എവിടെ വരുന്നത്? ന്യൂറോജനിക് ഷോക്ക് ഉണ്ടാകുന്ന. മറ്റിടത്ത് കോൾഡ് ക്ലാമി സ്കിന്ന്, ഇവിടെ വാം ഡ്രൈ സ്കിന്ന്. ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതാണ് ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടറായിട്ട്. ബ്രാഡിക്കടിയായിരിക്കും എവിടെ ഉണ്ടാകുന്നത്? ന്യൂറോജനിക് ഷോക്കിൽ. കാരണം നിങ്ങൾക്കറിയാം, സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷനിൽ ഹാർട്ട് റേറ്റ് കൂടുകയും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷനിൽ ഹാർട്ട് റേറ്റ് കുറയുകയാണ് ചെയ്യുന്നത്, ബ്രാഡി അടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സിമ്പതറ്റിക് അടിച്ചു പോയി കിടക്കുകയാണ്.
അപ്പോൾ ഹാർട്ട് റേറ്റ് കൂട്ടാൻ പറ്റുന്നില്ല കോമ്പൻസേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പാരാസിമ്പതറ്റിക്കാണ് ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. പുറത്ത് അതൊരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടറും കൂടെയാണ്. ന്യൂറോജനിക് ഷോക്കിൽ എപ്പോഴും ബ്രാഡി കാർഡിയായിരിക്കും, ഹാർട്ട് റേറ്റ് കുറയും. നേരെ മറിച്ച് ഹൈപ്പോവോളിമിക് ഷോക്കിൽ ടാക്കി കാർഡിയായിരിക്കും. അവിടെ കോൾഡ് ക്ലാമി സ്കിന്നും ഇവിടെ വാം ഡ്രൈ സ്കിന്നും ആയിരിക്കും, ബ്ലഡ് പൂളിങ് കാരണം എവിടെ ന്യൂറോജനിക് ഷോക്കിൽ. സംഭവം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ ആ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് ഏത് ഈ ബ്ലഡ് പൂളിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഈ ന്യൂറോജനിക് ഷോക്ക് ദ സ്കിൻ ഈസ് വാം ആൻഡ് ഡ്രൈ, അങ്ങനെ ആയിരിക്കും. അതാണ് ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ. അതാണ് ഹൈപ്പോവോളിമിക് ഷോക്കും ന്യൂറോജനിക് ഷോക്കും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം എന്താ പറയുന്നത് മാച്ചാവുന്നില്ല, തെറ്റും കൂടാണ്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ ഹൈപ്പോവോളിമിക് ഷോക്ക് ദർ ഈസ് ബ്രാഡികാർഡിയ. ബ്രാഡികാർഡിയ ഉണ്ടാവുന്നുണ്ടോ ഹൈപ്പോവോളിമിക് ഷോക്കിൽ? ടാക്കികാർഡിയ അല്ലേ ഉണ്ടാവുന്നത്? തെറ്റല്ലേ? അതുവഴി എടുത്ത് കളഞ്ഞുകൂടെ? പോയി. സി ഇൻ ഹൈപ്പോവോളിമിക് ഷോക്ക് ക്യാപ്പിലറി റീഫിൽ ഈസ് ലെസ് ദാൻ 2 seconds. എന്ന് വെച്ചാൽ എങ്ങനെയല്ല ചിന്തിക്കുന്നത്, ഹൈപ്പോവോളിയം അത് പറയേണ്ടായിരുന്നു ഞാൻ, അന്നേരം നിങ്ങൾക്ക് കിട്ടിയാണ്. ഈ ഹൈപ്പോവോളിമിക് ഷോക്കിൽ ഡിലേഡ് ക്യാപ്പിലറി റീഫിൽ ഉണ്ടാവും. കാരണം പെരിഫറൽ ഏരിയയിലോട്ട് ബ്ലഡ് സപ്ലൈ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ പറഞ്ഞു ഹൈപ്പോവോളിമിക് ഷോക്കിൽ അല്ലേ. അപ്പം പെരിഫറൽ ടിഷ്യൂസിലോട്ട് ബ്ലഡ് സപ്ലൈ കിട്ടാതാവുമ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പെരിഫറൽ പൾസസ് എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ശരിയാണ്, അത് പൾസ് ചെക്ക് ചെയ്യണം. നമുക്കറിയാം ക്യാപ്പിലറി റീഫിൽ ചെക്ക് ചെയ്യുന്നതിലൂടെ പെർഫ്യൂഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിലാക്കുക, ഹൈപ്പോവോളിമിക് ഷോക്കിൽ പെർഫ്യൂഷൻ പെരിഫറൽ ഏരിയയിലോട്ട് കുറവായിരിക്കും. വൈറ്റൽ ഓർഗൻസിലോട്ടും കുറയും, ഇവിടോട്ടും കുറവ് തന്നെ ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ കുറയുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ക്യാപ്പിലറി റീഫിൽ നോക്കിക്കഴിഞ്ഞാൽ ലെസ് ദാൻ 2 seconds തിരിച്ചു വരില്ല, ഡിലേഡ് ആവും. ഓക്കെ, ഡിലേഡ് ആയിരുന്നു വരേണ്ടിയിരുന്നത് ഏത് സിയിൽ, പക്ഷേ തെറ്റാണ്. ഇൻ ഹൈപ്പോവോളിമിക് ഷോക്കിൽ ക്യാപ്പിലറി റീഫിൽ ഈസ് ലെസ് ദാൻ 2 seconds എന്ന് പറയുന്നത് നോർമൽ അല്ലേ? ലെസ് ദാൻ 2 seconds എന്ന് പറഞ്ഞാൽ നോർമൽ ക്യാപ്പിലറി റീഫിൽ അല്ലേ? അങ്ങനെയല്ലല്ലോ വരേണ്ടത്. ഹൈപ്പോവോളിമിക് ഷോക്കിൽ ഡിലേഡ് അല്ലേ വരേണ്ടത്? അതുകൊണ്ടാണ് സി തെറ്റാവുന്നത്. ഇനി ഡി, ഇൻ ന്യൂറോജനിക് ഷോക്ക് ദർ ഈസ് ഡിലേഡ് ക്യാപ്പിലറി റീഫിൽ. തല കുലുക്കുന്നത് കണ്ടാൽ ശരിയാണെന്നല്ല അർത്ഥം. ഇവിടെ തിരിച്ചവരിട്ടേക്കും, മാറ്റിയിട്ടേക്കും. അത് നേരെ മറിച്ച് ന്യൂറോജനിക് ഷോക്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു പെരിഫറൽ റീജിയനിൽ പെരിഫറൽ ഏരിയാസ് സ്കിന്നിലോട്ടൊക്കെ വാസോ ഡയലേഷൻ കാരണം, ബ്ലഡ് പൂളിങ് കാരണം തുടക്കത്തിൽ പെർഫ്യൂഷൻ ഓക്കെ ആയിരിക്കും. പെർഫ്യൂഷൻ ഓക്കെ ആണെങ്കിൽ ക്യാപ്പിലറി റീഫിൽ നോർമൽ ആകണ്ടേ? ലെസ് ദാൻ 2 seconds ആവണ്ടേ? പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിലേഡ് ക്യാപ്പിലറി റീഫിൽ. അപ്പം ന്യൂറോജനിക് ഷോക്കിൽ യൂഷ്വലി നോർമൽ ക്യാപ്പിലറി റീഫിലായിരിക്കും. ഓക്കെ, ഡിലേഡ് ആവില്ല. അപ്പോൾ ആ ഓപ്ഷനും തെറ്റ്. സോ BCD കളയാം. ഓപ്ഷൻ എ റൈറ്റ് ആൻസർ. എന്തായാലും കഴിഞ്ഞു എന്ന് ഞാൻ പറയത്തില്ല, കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ എൻ്റർത് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോയി. ഓക്കെ, അപ്പോൾ അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. വേറെ ഒന്നുകൊണ്ടല്ല, പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എല്ലാം റിലവൻ്റ് ആണ്. ഒരാൾക്കെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് അത് ഗുണപ്പെടും. ഓക്കെ, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയതുകൊണ്ട് റിഗ്രറ്റ് ഒന്നുമില്ല. പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുണ്ടായിരുന്നു, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഞാനത് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനത് നിർത്തുകയെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാം. പിന്നെ വേറെ എന്താ പറയാൻ വന്നത്? വേറെ ക്ലാസ്സുകൾ ഇതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഞാനൊരു ടെലഗ്രാം ചാനൽ നമുക്കുണ്ട്, എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡെയിലി ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനത് ഷെയർ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ആ ഗ്രൂപ്പിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തന്നെയുള്ള ഒരു പ്രത്യേക സംവിധാനം എന്ന് വെച്ചാൽ മെമ്പേഴ്സ് ഉള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കോഴ്സ് പോലെ ക്ലാസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലാരും ജോയിൻ ചെയ്യേണ്ട. ആ കോഴ്സ് പോലെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നഴ്സിംഗ് പ്ലീസ് ലെക്ചേഴ്സ് ആപ്പിലാണ് ഒരു ഫുൾ കോഴ്സായിട്ടൊക്കെ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണല്ലോ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്തിൽ കുറേ ഈ നമ്മുടെ പബ്ലിക് ചാനലല്ലാത്ത കുറച്ച് എക്സ്ക്ലൂസീവ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പല എക്സാംസിനും അത് ഗുണപ്പെട്ടേക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മെമ്പേഴ്സ് ഉള്ളി എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആ മെമ്പേഴ്സ് ഉള്ളിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.